പൗഡറും പൊട്ടും മാത്രം തൊട്ട് നടക്കുന്ന അമ്മേനെ ഞാൻ പുട്ടിയടിച്ച് മേക്ക് ഓവർ ചെയ്യാൻ പോവാണ്. റെഡി അല്ലേ അമ്മേ? ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുൻപ് എന്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് മേക്കപ്പിന് മുൻപ് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഞാൻ മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതായത് ഫേസ് വാഷ് എന്ന് പറഞ്ഞാൽ ഞാൻ ഹിമാലയയുടെ സാധാരണ നോർമൽ ഫേസ് വാഷാണ്, ഒരു സ്ട്രോബെറി ഫ്ലേവറാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനിതാ അലോവേര ജെല്ലാണ് മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അമ്മ ഇതുപോലെ സ്കിൻ കെയർ ഒന്നും ചെയ്യാറില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ആദ്യമായിട്ടാണ് അമ്മ സ്കിൻ കെയർ തന്നെ ചെയ്യണത്, ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഞാൻ എന്തായാലും മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മോയ്സ്ചറൈസർ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അമ്മ സ്കിൻ കെയർ എന്നല്ല ഇങ്ങനത്തെ മേക്കപ്പ് കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ സൺസ്ക്രീനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും സാധാരണ അമ്മ എന്തോ ഒരു ഫെയർ ആൻഡ് ലവ്ലി അങ്ങനെ എന്തോ ഒരു ക്രീം യൂസ് ചെയ്യാറുണ്ട്, വേറെ ഒന്നും അമ്മ യൂസ് ചെയ്യാറില്ല. അങ്ങനെ സൺസ്ക്രീൻ ഞാൻ നന്നായി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് സ്കിൻ കെയർ ചെയ്യുന്നതിൻ്റെ ഒരു സന്തോഷമൊക്കെ അമ്മയ്ക്ക് ഉണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഞാൻ പിന്നെ ഒരു ടാൽക്കം പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതായത് അമ്മ നോർമലി യൂസ് ചെയ്യുന്ന ടാൽക്കം പൗഡർ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. യാഡ്ലിയുടെ ടാൽക്കം പൗഡറാണ്. അപ്പോൾ അമ്മയ്ക്ക് അതാണ് ഇഷ്ടം, പൗഡർ മാത്രം യൂസ് ചെയ്യാനാണ് ഇഷ്ടം. അപ്പം ഞാനത് ആ പൗഡർ തന്നെ ഞാൻ യൂസ് ചെയ്തു കേട്ടോ. അപ്പോൾ അത് മൊത്തം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലിപ് ബാം ഇട്ട് കൊടുക്കുകയാണ്. സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ട് ലിപ് ബാമാണ് ഇട്ട് കൊടുക്കണേ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ലിപ് ബാം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ അപ്ലൈ ചെയ്തത്. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് കുറേ ലിപ്സ്റ്റിക്കും ലിപ് ബാം അങ്ങനെയൊന്നും വാരി പൊത്തുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അങ്ങനെ ഇട്ട് കൊടുത്തുള്ളൂ. പിന്നെ ഞാനിതാ പുരികം, അമ്മയ്ക്ക് പുരികം വളരെ കുറവാണ്, എനിക്കും കുറവാണല്ലോ. അപ്പോൾ ഞാൻ പുരികം ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മസ്കാര യൂസ് ചെയ്തിട്ട് ഷെയ്ഡ് ഒന്നുകൂടി ഒന്ന് കറുപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട്. പിന്നെ ഗ്രേ ഹെയർസൊക്കെ പുരികത്തുമ്മലും ഉണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടിയും കറുപ്പിക്കാൻ വേണ്ടി ഞാൻ മസ്കാര ട്രൈ ചെയ്തു. പക്ഷെ അതെന്തോ അത്രയും കൊണ്ട് പെർഫെക്റ്റ് ആയില്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ കണ്ണ് എഴുതി കൊടുത്തു. കണ്ണിൻ്റെ അടിയിലൊന്നും അമ്മ കൺമഷി പോലും എഴുതാറില്ല കണ്ണിൻ്റെ അടിയിൽ. അപ്പം ഞാനിങ്ങനെ കാജൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. അമ്മയ്ക്ക് എന്തോ കണ്ണിൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടോ പെട്ടെന്ന് കണ്ട് എഴുതി കൊടുത്തപ്പോൾ. അത് കഴിഞ്ഞിട്ട് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഐലൈനർ മുകളിൽ വരച്ചു കൊടുക്കാം. അപ്പോൾ ഐലൈനർ എനിക്ക് പൊതുവേ വേറൊരാൾക്ക് വരച്ചു കൊടുക്കാൻ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല. എനിക്ക് സ്വന്തമായിട്ട് വരയ്ക്കാൻ ഇങ്ങനെ ചെയ്ത് ശീലമായതോ അല്ലാതെ എനിക്ക് പുറമേ ഒരാൾക്ക് ചെയ്ത് കൊടുക്കാനൊന്നും അങ്ങനെ അറിയില്ല. പക്ഷേ ഇത്തവണ എന്തോ ഭാഗ്യത്തിന് കുറച്ച് കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്യാമറയുടെ മുന്നിലാവുമ്പോൾ എനിക്ക് പേടിയാണ് ശരിയാവോ ഇല്ലേ എന്നുള്ളത്. പക്ഷേ എന്തോ ഒരു ഭാഗ്യത്തിന് കുറച്ചല്ല അത്യാവശ്യം നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഒരു പൊട്ട് ഞാൻ അമ്മ സാധാരണ വലിയ വട്ടപ്പൊട്ട് അല്ലെങ്കിൽ ഗോപി പൊട്ടൊക്കെ തൊടാം. പക്ഷേ ഞാൻ ഇത്തവണ ഒന്ന് വെറൈറ്റി ആയിട്ട് ഒരു ഡോട്ട് മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ പോലെ. പിന്നെ ഞാനിതാ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ലിപ്സ്റ്റിക് അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഓവറാക്കിടരുതെന്ന്. പക്ഷേ എനിക്ക് ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് അമ്മയ്ക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് കുറച്ച് ആർഭാടമായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അമ്മ പിന്നെ ഒന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, ഞാൻ കിട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നു. അമ്മ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഞാൻ സെറ്റായി കൊടുത്തിട്ട് അമ്മ ശരിക്കും കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. അമ്മ കണ്ണാട യൂസ് ചെയ്യാത്തതുകൊണ്ട് അമ്മയ്ക്ക് ശരിക്കും കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എന്നെ പിടിച്ച് തല്ലിയില്ല. പിന്നെ ഞാൻ മസ്കാര ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മസ്കാര പിന്നെയാണ് ഇട്ട് കൊടുത്തത്. മസ്കാര ഇട്ടതിന് ശേഷം ഞാൻ പിന്നെ ഹെയറിലേക്ക് വന്നു. ഹെയറിൻ്റെ കാര്യം വരുമ്പോൾ എനിക്ക് കൺഫ്യൂഷനാണ് എന്ത് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഞാൻ മുടി പോണിറ്റൈൽ കെട്ടിയാലോ എന്നൊന്ന് ഞാൻ ആലോചിച്ച് നോക്കി. പക്ഷേ അമ്മയ്ക്ക് അത് അത്ര ഇഷ്ടമല്ല. അമ്മയ്ക്ക് പോണിറ്റൈൽ കെട്ടുന്ന ഇഷ്ടമല്ല, നമ്മുടെ ഗ്രേ ഹെയർസൊക്കെ കാണുമെന്ന് പറഞ്ഞിട്ട് ഞാനത് ഒഴിവാക്കി കേട്ടോ. കാരണം എന്നിട്ട് ഞാൻ ഈ ഒരു സ്റ്റൈലിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കി. ഇങ്ങനെ ജസ്റ്റ് മുടി അഴിച്ചിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് നോക്കി. അപ്പോൾ പിന്നെ അമ്മേനെ ഡ്രസ്സ് മാറ്റി വന്നു കേട്ടോ അപ്പോഴേക്കും. അത് കഴിഞ്ഞിട്ട് ഞാനിതാ മുടി ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും കുറച്ചുകൂടിയും ബെറ്റർ, കുറച്ചും കൂടിയും ഒരു യങ് ഏജ് തോന്നിക്കുന്നത് ഈ ഒരു ലുക്കിലാണെന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു കമ്മൽ ഇട്ട് കൊടുത്തു. അമ്മ സാധാരണ ഇങ്ങനത്തെ കമ്മലൊന്നും ഇന്നേ വരെ ഇട്ടിട്ടില്ല കേട്ടോ. ഗോൾഡിൻ്റെ കമ്മൽ ഇടാന്നല്ലാതെ, വലിയ കമ്മൽ ഇടാന്നല്ലാതെ ഇതുപോലത്തെ ടൈപ്പ് കമ്മലൊന്നും ഇടാറേ ഇല്ല. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞതുകൊണ്ട് എനിക്ക് വേണ്ടി വീഡിയോയ്ക്ക് വേണ്ടി സമ്മതിച്ചാണ് കേട്ടോ ഈ കമ്മലൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനൊരു റെഡ് കമ്മൽ എൻ്റെ ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് കാണണം എന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുത്തു. അമ്മയ്ക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് ഗൈസ്? അമ്മയ്ക്ക് വളരെ സിമ്പിളായ മേക്കപ്പ് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത്രയും ചെയ്തിട്ടുള്ളൂ കേട്ടോ. സ്കിൻ കെയറും നോർമൽ, അമ്മ സാധാരണ ഇതൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഞാൻ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടൊന്ന് ചെയ്യണമെന്ന് കുറേ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ചെയ്തത് എനിക്ക് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചതിനേക്കാൾ അടിപൊളിയായെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം ഞാൻ അങ്ങനെ അമ്മേനെ കാണാത്തോണ്ടായിരിക്കാം. അപ്പം അങ്ങനെ വലിയ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നു ഇത്ര വലിയ മേക്കപ്പ് ആണോ എന്ന്. പക്ഷെ എനിക്കത് ഭയങ്കര വലിയ മേക്കപ്പ് ആയിട്ട് തോന്നുന്നു അമ്മ ചെയ്തു. അമ്മ ശരിക്കും എന്നേക്കാൾ പ്രായം കുറഞ്ഞു പോയി എന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. അമ്മ ഒരു കോളേജ് കുമാരി ലെവലിലേക്ക് വന്നോ? അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ അമ്മയ്ക്ക് അങ്ങനെ സംസാരിക്കാനൊന്നും അത്ര താല്പര്യമില്ല കേട്ടോ. ക്യാമറയുടെ മുന്നിൽ പുറമെ ആള് നന്നായി സംസാരിക്കും, ക്യാമറയുടെ മുന്നിൽ സംസാരിക്കാൻ അത്ര ഇഷ്ടമല്ല. ഞാൻ നേരെ ഓപ്പോസിറ്റും ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെന്താ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുന്നത്. സബ്സ്ക്രൈബ് ഇപ്പൊ തന്നെ ചെയ്തേക്കണം. അപ്പൊ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ ബൈ. ബൈ പറയൂ. ബൈ ബൈ.